ഫസ്സി ലോജിക് എന്താണെന്ന് ചോദിച്ചാൽ ആദ്യം എഴുതേണ്ടത് ട്രൂത്ത് വാല്യൂസ് ആർ മൾട്ടി വാല്യൂഡ് സച്ച് ആസ് അബ്സലൂട്ട്ലി ട്രൂ, പാർട്ട്ലി ട്രൂ, അബ്സലൂട്ട്ലി ഫോൾസ്, വെരി ട്രൂ, അങ്ങനെ പല ലെവലിലുള്ള വാല്യൂസ് നമുക്ക് എഴുതാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 0 to 1 വരെയുള്ള വാല്യൂസാണ് ഫസ്സി ലോജിക്കിൽ വരുന്നത്. അതിനകത്ത് നിങ്ങൾ പിന്നെ എഴുതേണ്ട പോയിൻറ്റ് ഫസ്സി പ്രൊപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്. പ്രൊപ്പോസിഷൻ എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് ക്ലാസ്സിൽ പഠിപ്പിച്ചില്ലേ. സാധാരണ പ്രൊപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒന്നുകിൽ ട്രൂ ആയിരിക്കും അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും. പക്ഷേ ഇത് ഫസ്സി പ്രൊപ്പോസിഷൻ അങ്ങനെയല്ല. എന്താണ്, ഒരു ഫസ്സി ട്രൂത്ത് വാല്യൂ അക്വയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റിനെയാണ് എന്ത് പറയുന്നത്, ഫസ്സി പ്രൊപ്പോസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്സി പ്രൊപ്പോസിഷൻ ഇസ് എ സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് അക്വയർസ് എ ഫസ്സി ട്രൂത്ത് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, 0.1 ആവാം, 0.9 ആവാം, ഈ വാല്യൂ ഒക്കെ വരുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിനെ എന്ത് പറയും, ഫസ്സി പ്രൊപ്പോസിഷൻ എന്ന് പറയും. ഓക്കെ, ഇനി പി എന്ന് പറഞ്ഞായിരിക്കും ഫസ്സി പ്രൊപ്പോസിഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അത് ട്രൂത്ത് വാല്യൂ 0 to 1 വരെയുള്ളതിനായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ടി ഓഫ് പി എന്നുള്ളത് എന്താണ്, ട്രൂത്ത് വാല്യൂവിനാണ് അവിടുത്തെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി ഫസ്സി പ്രൊപ്പോസിഷൻസ് ആർ അസോസിയേറ്റഡ് വിത്ത്, അപ്പോൾ സ്വാഭാവികമായിട്ട് എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്, ഫസ്സി സെറ്റാണ്. ഫസ്സി മെമ്പർഷിപ്പ് വാല്യൂ അസോസിയേറ്റഡ് വിത്ത് ഫസ്സി സെറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫസ്സി ട്രൂത്ത് വാല്യൂ. നമ്മൾ നേരത്തെ മെമ്പർഷിപ്പ് ഫംഗ്ഷൻ പറഞ്ഞു, അതുപോലെ ഫസ്സി മെമ്പർഷിപ്പ് വാല്യൂ അസോസിയേറ്റഡ് വിത്ത് ഫസ്സി സെറ്റ് ഫോർ പ്രൊപ്പോസിഷനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫസ്സി ട്രൂത്ത് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ടി ഓഫ് പി എന്നാണ് എഴുതുന്നത് കേട്ടോ. അപ്പോൾ ടി ഓഫ് പി എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതും, മ്യൂ ഓഫ് എ എക്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ മെമ്പർഷിപ്പ് ഫംഗ്ഷൻ തന്നെയാണ്, പക്ഷേ അത് ഫസ്സി പ്രൊപ്പോസിഷനുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്തായിരിക്കും, 0 to 1 വരെ ആയിരിക്കും. എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. പി പ്രൊപ്പോസിഷൻ എന്താണ്, രാം ഈസ് ഓണസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫസ്സി പ്രൊപ്പോസിഷനാണ്. അപ്പോൾ അതിൻ്റെ ട്രൂത്ത് വാല്യൂ എന്ന് അല്ലെങ്കിൽ അതിൻ്റെ ഫസ്സി ട്രൂത്ത് വാല്യൂ എന്ന് പറയുന്നതാണ് ടി ഓഫ് പി എന്ന് പറഞ്ഞ് എഴുതും. അപ്പോൾ 0.8 എന്ന് പറഞ്ഞാൽ എന്താണ്, ഇഫ് പി ഈസ് പാർട്ട്ലി ട്രൂ എന്ന് പറഞ്ഞാൽ ഫുൾ കറക്റ്റ് അല്ല, രാം ഫുൾ ഓണസ്റ്റ് അല്ലെങ്കിൽ എങ്ങനെയാണ്, ടി ഓഫ് പിയുടെ വാല്യൂ 0.8 ആയിരിക്കും. ഇനി ടി ഓഫ് പി ഈക്വൽ ടു 1 ആവും എപ്പോഴാണ്, രാം അബ്സലൂട്ട്ലി ട്രൂ ആണെങ്കിൽ. ഇനി രണ്ടാമത് ഫസ്സി ലോജിക്ക് നിങ്ങൾ എഴുതേണ്ട പോയിൻ്റ് എന്താണ്, അപ്പോൾ ഫസ്സി പ്രൊപ്പോസിഷൻ എഴുതണം, പിന്നെ എന്താ എഴുതണം, ഫസ്സി കണക്റ്റീവ്സ്. അതും ക്രിസ്പി ലോജിക്കിൻ്റെ പോലെ തന്നെയുള്ള കണക്റ്റീവ്സാണ്. എന്തൊക്കെയാണ്, നെഗേഷനുണ്ട്, ഡിസ്റ്റിങ്ഷനുണ്ട്, കൺജങ്ഷനുണ്ട്, ഇംപ്ലിക്കേഷനുണ്ട്. നമ്മൾ ജസ്റ്റ് കുറച്ച് ഇത് പ്രൊപ്പോസിഷനിൽ പറഞ്ഞായിരുന്നു. അതേ സംഭവം തന്നെയാണ് ഫസ്സിയിലും വരുന്നത്. എങ്ങനെയാണ്, സിമ്പിൾ നെഗേഷൻ ആണെങ്കിൽ ഒരു -1 സിമ്പിൾ, ഡിസ്റ്റിങ്ഷൻ ആണെങ്കിൽ ഇൻവേർട്ടഡ് ആരോ, കൺജങ്ഷൻ ആണെങ്കിൽ അപ്വേർഡ് ആരോ, ഇംപ്ലിക്കേഷൻ ആണെങ്കിൽ ഒരു ഇംപ്ലൈ സിമ്പിൾ. ഇനി ഡെഫിനേഷൻ എന്താണ്, നെഗേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പോൾ 0.8 ആണ് ടി ഓഫ് പി തന്നിരിക്കുന്നതെങ്കിൽ നെഗേഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം, 1 - ടി ഓഫ് പി ചെയ്യും. അതുപോലെ ഈ പിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് 2 വരയുണ്ട് കേട്ടോ. നെഗേഷന് പിയുടെ ആ പ്രൊപ്പോസിഷന് മുകളിൽ തന്നെ ഒരു വരയുണ്ട്. ഓക്കെ, അടുത്ത ഡിസ്റ്റിങ്ഷൻ ആണെങ്കിൽ എങ്ങനെയായിരിക്കും, പി അടുത്ത ഇൻവേർട്ടഡ് ഇത് ക്യൂ. ഞാൻ പറഞ്ഞു എല്ലാം ഫസ്സി ആയതുകൊണ്ടാണ് ഈ മുകളിലത്തെ സെറ്റിനെല്ലാം വര വരുന്നത്. എന്നിട്ട് ഡിസ്റ്റിങ്ഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാം എന്താണ്, ഇവിടെ മാക്സിമം എന്നുള്ള ഇത് വരും, എന്താണ്, ഓർ എന്നുള്ള കൺസെപ്റ്റാണ്, അപ്പോൾ മാക്സിമം എന്നുള്ളത് വരും. അടുത്ത കൺജങ്ഷൻ ആണെങ്കിൽ എന്ത് വരും, മിനിമം ഓഫ് 2 വാല്യൂസ് വരും. അടുത്ത ഇംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നെഗേഷൻ പി എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യും, അതും ക്യൂവും കൂടെ വരുന്നതിൽ മാക്സിമം വാല്യൂ എടുക്കുക. അപ്പോൾ എന്താണ് ഇംപ്ലിക്കേഷനിൽ ചെയ്യേണ്ടത്, പി തന്നിട്ടുണ്ടെങ്കിൽ 1 - ടി ഓഫ് പി ചെയ്യുക, എന്നിട്ടോ ക്യൂവിൻ്റെ ഒരു വാല്യൂ തന്നിരിക്കും. അപ്പോൾ ഈ 2 വാല്യൂവിൽ ഇപ്പോൾ 1 - ടി ഓഫ് പി നിങ്ങൾക്ക് കിട്ടുന്ന 0.8 ആണെന്ന് വിചാരിച്ചോ, ക്യൂ കിട്ടുന്നത് 0.9 ആണെന്ന് വിചാരിച്ചോ. അപ്പോൾ ഏത് എടുക്കും, ഇംപ്ലിക്കേഷന് ഉത്തരം എന്തായിരിക്കും കിട്ടാൻ, 0.9 എന്നുള്ള വാല്യൂ കിട്ടും. അങ്ങനെയാണ് ഫസ്സി കണക്റ്റീവ്സ്. അപ്പോൾ നിങ്ങൾ എന്തൊക്കെ എഴുതണം, ഫസ്സി പ്രൊപ്പോസിഷൻ എഴുതണം, അതുപോലെ ഫസ്സി കണക്റ്റീവ്സ് എഴുതണം. പിന്നെ ഈ പറഞ്ഞ പോലെ പിയും ക്യൂ എന്താണ് നമുക്ക് പറയാം, ഇംപ്ലിക്കേഷനിലാണെങ്കിൽ ആദ്യത്തതിനെ ആൻറ്റിസിഡൻ്റ് എന്നും ക്യൂവിനെ കോൺസിക്വൻ്റ് എന്നും പറയും. എന്നാൽ ഇഫ് ദെൻ സ്റ്റേറ്റ്മെൻറ്റ് പോലെയാണ്, ഇഫ് എക്സ് ഈസ് എ ദെൻ വൈ ഈസ് ബി എന്ന് പറയുന്ന സംഭവമാണ്. അപ്പോൾ അതെങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, റിലേഷൻ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുക. ആ മെമ്പർഷിപ്പ് ഫംഗ്ഷൻ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നതാണ് താഴെ എഴുതുന്നത്. പറ്റുമെങ്കിൽ നിങ്ങൾ ഈ 2 മെമ്പർഷിപ്പ് ഫംഗ്ഷനും ഓർത്തെഴുതണം. എന്ന് പറഞ്ഞാൽ 3 പോയിൻ്റാണ് സത്യത്തിൽ ഫസ്സി ലോജിക്കിന് ആ ഒരു വരി. എന്താണ്, ട്രൂത്ത് വാല്യൂസ് മൾട്ടി വാല്യൂഡ് ആണ്. പിന്നെയുള്ള നല്ല ഫസ്സി പ്രൊപ്പോസിഷൻ്റെ ഒരു വരിയിൽ 2 വരി. അതിൻ്റെ എക്സാമ്പിൾ ടി ഓഫ് പി ഈസ് ഈക്വൽ ടു മ്യൂ ഓഫ് എ എക്സ്. വേണമെങ്കിൽ ഈ രാം ഈസ് ഓണസ്റ്റ് എന്നുള്ള എഴുതിയില്ലെങ്കിൽ 1-2 വരിയെങ്കിലും ഇവിടെ എഴുതുക. പിന്നെ ഫസ്സി കണക്റ്റീവ്സിൻ്റെ 4 എണ്ണം പറ്റുമെങ്കിൽ 4 എണ്ണം എഴുതാൻ ഒറ്റ ടേബിൾ അങ്ങ് എഴുതുന്നതായിരിക്കും എളുപ്പം നിങ്ങൾക്ക്. ഓക്കെ, ഒരു അര പേജേ വരെയുള്ളൂ ഇതെല്ലാം കൂടെ എഴുതുമ്പോൾ. പിന്നെ 2 മെമ്പർഷിപ്പ് ഫംഗ്ഷൻ. പിന്നെ എക്സാമ്പിൾ ഇവിടെ ഉണ്ട്, ഒരു പല പ്രോബ്ലമായിട്ട് ഇവിടെ തന്നെ ചെയ്ത് കാണിച്ചിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് അത് റെഫർ ചെയ്യാം. ഓക്കെ, ഇതെല്ലാം കുറേ എക്സാമ്പിൾസാണ്. ആകെ ഡെഫിനിഷൻ കണ്ട ആദ്യത്തെ 2 ഇതിൽ പാരഗ്രാഫ് ആയപ്പോൾ തീർന്നു. ബാക്കിയൊക്കെ ഡെഫിനിഷൻസാണ്, മീൻസ് എക്സാമ്പിൾസാണ്. അടുത്ത നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് ഫസ്സി ക്വാണ്ടിഫയർ. വേറെ ഒന്നുമില്ല, ക്രിസ്പി ലോജിക്കിൽ സാധനം പ്രെഡിക്കേറ്റ്സ് ആണ് ക്വാണ്ടിഫയർ. ഞാൻ അന്ന് പറഞ്ഞായിരുന്നു, പ്രൊപ്പോസിഷൻ ലാംഗ്വേജ് മാറ്റിയിട്ട് അല്ലെങ്കിൽ പ്രൊപ്പോസിഷൻ ലോജിക്ക് മാറ്റിയിട്ട് പ്രെഡിക്കേറ്റ് ലോജിക്ക് അല്ലെങ്കിൽ പ്രൊലോഗ് പോലുള്ള ലാംഗ്വേജ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സിസ്റ്റം ഉപയോഗിക്കാൻ കാര്യം എന്താണ്, ഈ ക്വാണ്ടിഫയേഴ്സ് പ്രൊപ്പോസിഷനിൽ ഇല്ലാത്തത് കൊണ്ടാണ്. പ്രെഡിക്കേറ്റ്സിൽ എന്താണ് ക്വാണ്ടിഫൈ ഉപയോഗിക്കുന്നത്, ക്വാണ്ടിഫയേഴ്സ് എന്ന സംഭവമുണ്ട്.
അതുപോലെ ഫസ്സി ലോജിക് പ്രൊപ്പോസിഷനിൽ ഫസ്സി ക്വാണ്ടിഫയേഴ്സ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഫസ്സി ക്വാണ്ടിഫയേഴ്സ് എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ ഞങ്ങൾക്ക് താഴെ കൊടുത്തിട്ടുണ്ട്. 2 തരം ഫസ്സി ക്വാണ്ടിഫയേഴ്സ് ആണല്ലോ, അബ്സല്യൂട്ട് ക്വാണ്ടിഫയേഴ്സ്, റിലേറ്റീവ് ക്വാണ്ടിഫയേഴ്സ്. അബ്സല്യൂട്ട് ക്വാണ്ടിഫയേഴ്സ് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഓൾ ഓവർ ആറിലാണെങ്കിൽ, ആർ എന്നുള്ള റിലേഷൻ സെറ്റിലാണെങ്കിൽ, റിലേറ്റീവ് ക്വാണ്ടിഫയേഴ്സ് എന്ന് പറഞ്ഞാൽ 0 to 1 വരെയുള്ള വാല്യൂ വരും. ഇനി അബ്സല്യൂട്ട് ക്വാണ്ടിഫയർ ഉണ്ട്. എക്സാമ്പിൾ റൗണ്ട് അബൌട്ട് 250, മച്ച് ഗ്രേറ്റർ ദാൻ 6, സംവെയർ അറൗണ്ട് 20. ഇപ്പോൾ ഞാൻ പറയുകയാണ് കമ്പ്യൂട്ടറിൽ ഒരാളുടെ ഏജ് എന്ന് പറഞ്ഞാൽ സംവെയർ അറൗണ്ട് 20 ആണ് നിങ്ങളുടെ ഏജ് എന്ന് ഞാൻ പറയുകയാണ്. അപ്പോഴെന്താണ് അത് അബ്സല്യൂട്ട് ക്വാണ്ടിഫയർ. ഇനി റിലേറ്റീവ് ക്വാണ്ടിഫയർ ആണെങ്കിൽ എന്ത് വരും ഇതിൽ? ഓൾമസ്റ്റ്, അബൌട്ട്, മോസ്റ്റ്. നോക്കിയാൽ നിങ്ങൾ ഇതിൽ 250, 6, 20 അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല. അതിന് പകരം എന്തേ ഉള്ളൂ? ഓൾമോസ്റ്റ്, എബൌട്ട്, മോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? റിലേറ്റീവ് ക്വാണ്ടിഫയർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമുക്ക് 0.5 എന്നോ 0.6 എന്നോ ഒക്കെ കൊടുത്ത് റെപ്രസെൻറ്റ് ചെയ്യാമായിരിക്കും. ഓക്കെ. പിന്നെയുള്ള എന്താണ്? ഫസ്സി ഇൻഫറൻസ്. ഫസ്സി ഇൻഫറൻസിന് അതിനെ അപ്രോക്സിമേറ്റ് റീസണിങ് എന്ന് പറയും. ഓക്കെ. അതെന്തിനാണ്? ഈ ലിംഗ്വിസ്റ്റിക്കായ ഡിസ്ക്രിപ്ഷൻ പറയാൻ, അതിനെപ്പറ്റി പഠിക്കാൻ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടേഷണൽ പ്രൊസീജിയർ. ഇതെല്ലാം എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമ്മൾ കമ്പ്യൂട്ടറിനെ പഠിപ്പിക്കാനല്ലേ. അപ്പോൾ നമ്മൾ പറയുന്ന ലാംഗ്വേജിനെ ഒരു കമ്പ്യൂട്ടേഷണൽ ഇതിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന റീസണിങ്ങിനെയാണ് നമ്മളെന്ത് പറയുന്നത്? ഫസ്സി ഇൻഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്സി ഇൻഫറൻസ് ഈസ് റെഫേർഡ് ടു ആസ് അപ്രോക്സിമേറ്റ് റീസണിങ്. എന്തിനുള്ള റീസണിങ് ആണ്? ഒരു കമ്പ്യൂട്ടേഷണൽ പ്രൊസീജിയർ. എന്തിനാണ് അത് ഉപയോഗിക്കുന്നത്? നമ്മുടെ ലാംഗ്വേജിനെയൊക്കെ കൺവേർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ എന്തൊക്കെയാണ് 2 ഇൻഫറിങ് പ്രൊസീജിയേഴ്സ്? ജനറലൈസ് മോഡസ് പോണൻസും ജനറലൈസ് മോഡസ് ടോളൻസും. ഓക്കെ. അപ്പോൾ അത് രണ്ടുമാണ് ഇമ്പോർട്ടൻറ്റ് റീസണിങ് പ്രൊസീജിയേഴ്സ്. അതിൽ ജനറലൈസ് മോഡസ് പോണൻസ് എന്ന് പറഞ്ഞാൽ ഇഫ് എക്സ് ഈസ് എ ദെൻ വൈ ഈസ് ബി. അങ്ങനെയാണെങ്കിൽ അതിന് എങ്ങനെ എഴുതുമെന്ന് പറഞ്ഞാൽ എക്സ് ഈസ് എ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ അതാണ് നമ്മൾ കമ്പ്യൂട്ടറിന് കൊടുക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് നോൺ ആയിട്ടുള്ള കാര്യം. അപ്പോൾ അത് എന്ത് കിട്ടണം? നമുക്ക് വൈ ഈസ് ബി എന്നുള്ള അനാലിറ്റിക്കലി അൺനോൺ ആയുള്ള കണ്ടീഷനാണ് എന്ത് വരുന്നത്? നമ്മൾ എഴുതുന്നത്. ഇനി അവിടെ നമ്മൾ പറയുന്നുണ്ട് മെമ്പർഷിപ്പ് ഫംഗ്ഷൻ ഓഫ് ബി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും? മാക്സിമം മിനിമം കോമ്പോസിഷൻ നമ്മൾ നേരത്തെ പഠിച്ച്. അതിനെന്ത് നമ്മൾ പറയും? വിച്ച് ഈസ് നോൺ ആസ് ഇംപ്ലിക്കേഷൻ റിലേഷൻ. അത് ആണ് ഉപയോഗിക്കുന്നത്. ഇന്ന് നേരത്തെ പറഞ്ഞു എ കോമ്പോസിഷൻ ബി എന്നുള്ളതൊക്കെ എങ്ങനെ ചെയ്യുന്നു, അതേ സംഭവമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ. അതുപോലെ ജനറലൈസ് മോഡസ് ടോളൻസ് ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ തിരിച്ചാണ്. വൈ ഈസ് ബി എന്നുള്ളത് മുകളിൽ എഴുതും, എക്സ് ഈസ് എ എന്ന് പറഞ്ഞാൽ ആ വരയ്ക്ക് മുകളിൽ ഒരു വര വരച്ചിരിക്കുന്നത്. ആ വരയ്ക്ക് മുകളിലുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമായിരിക്കും. വരയ്ക്ക് താഴെയുള്ള എന്താണ്? നമുക്ക് അനാലിറ്റിക്കലി അൺനോൺ ആയിട്ടുള്ള കാര്യമായിരിക്കും. അതിനെ കണ്ടുപിടിക്കണമെങ്കിൽ എങ്ങനെയാണ് അടുത്ത ആ ഫോർമുല ഉപയോഗിക്കേണ്ടത്? അപ്പോൾ എ ഡാഷ് ആയിരിക്കും നമ്മളവിടെ കണ്ടുപിടിക്കേണ്ടത്. എ ഡാഷ് എങ്ങനെ കണ്ടുപിടിക്കും? ബി ഡാഷ് കോമ്പോസിഷൻ ആർ എന്നുള്ള റിലേഷൻ വെച്ച് കണ്ടുപിടിക്കും. ഇനി മെമ്പർഷിപ്പ് ഫംഗ്ഷൻ ടേംസിൽ ഞാൻ നേരത്തെ പറഞ്ഞു മ്യൂ ഓഫ് എ എക്സ് ആണെങ്കിൽ കണ്ടുപിടിക്കും മാക്സിമമോ മിനിമം ഓഫ് മ്യൂ ബി ബൈ മ്യൂ ഓഫ് ആർ എക്സ് ഡോട്ട് ബൈ. വേറെ ഒന്നുമില്ല. ഈ മിനിമം ഓഫ് ഈ ഇപ്പുറത്ത് തന്നിരിക്കുന്ന 2 സംഭവം എഴുതും, അതിൻ്റെ വെളിയിലൊരു മാക്സിമം എഴുതും. നമ്മൾ ആദ്യം പഠിച്ചു. ഓക്കെ. അതാണ് ഫസ്സി ഇൻഫറൻസ് എന്ന് പറഞ്ഞാൽ. ഇനി അതിൻ്റെ എങ്ങനെയാണ് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. ഇതെല്ലാം മെട്രിക്സ് ആയിട്ടാണ് കേട്ടോ. ഈ കോമ്പോസിഷൻ വരുന്ന എല്ലാം മെട്രിക്സ് ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. കാര്യം നിങ്ങൾക്കറിയാം 2 ഇതുണ്ട്. നമ്മൾ നേരത്തെ ഇതൊക്കെ എഴുതിയില്ലേ? ടൈഫോയിഡ്, റണ്ണിങ് നോസ്, അതൊക്കെ എഴുതിയപ്പം ഇത് പറഞ്ഞ പോലെ എക്സ് വാല്യൂവും വൈ വാല്യൂ ഇല്ലേ ഓരോ ഇതിനും. അതുകൊണ്ട് ഒരു മെട്രിക്സിൻ്റെ പോലെയൊക്കെ ആയിരിക്കും എഴുതുന്നത്. ഓക്കെ. ഇത് എളുപ്പമുള്ള പ്രോബ്ലമാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ പേടിയാവുമോ എന്നുള്ളതേ ഉള്ളൂ. ഇനി ഫസ്സി റൂൾ ബേസ്ഡ് സിസ്റ്റം ഉണ്ട്. അത് അടുത്ത വീഡിയോയിൽ പറയാം. ജസ്റ്റ് നിങ്ങൾക്ക് ഇത്രയും ഞാൻ പറഞ്ഞതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതൊക്കെയാണ്? ഫസ്സി കണക്റ്റീവ്സ്, ഫസ്സി ലോജിക് എഴുതണം, ഫസ്സി പ്രൊപ്പോസിഷൻ, ഫസ്സി കണക്റ്റീവ്, പിന്നെ എന്തെഴുതണം? ഈ ഇൻഫറൻസ് റൂൾസ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ക്വാണ്ടിഫയേഴ്സ്. 4 പോയിൻ്റാണ്. ഇതിലെല്ലാം ഒരു 2 വരി വീതം എഴുതിയാൽ തന്നെ ഈ ഫസ്സി ലോജിക് എന്നുള്ള സംഭവം കംപ്ലീറ്റ് ആവും. അപ്പോൾ എല്ലാവരും അങ്ങനെ എഴുതാൻ നോക്കണം കേട്ടോ.